ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് BSc റീനൽ ഡയാലിസിസ് ടെക്നോളജി പറഞ്ഞുള്ള കോഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പം ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ജോലി അവസരങ്ങളെ പറ്റിയിട്ടും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 വർഷമാണ്. അതിൽ 3 വർഷം കോഴ്സും 1 വർഷം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പാണ് വരുന്നത്. +2 ബയോളജി സയൻസ് എടുത്തവർക്കാണ് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി സാധിക്കുക. ഇന്റേണൽ ഓർഗനായിട്ടുള്ള കിഡ്നിക്ക് തകരാറ് സംഭവിക്കുമ്പോൾ ബ്ലഡിലുള്ള അൺവാണ്ടഡ് മെറ്റീരിയൽസിൻ്റെ അളവൊക്കെ കൂടാനും അതുപോലെ തന്നെ വാട്ടർ ലെവലിനൊക്കെ സാരമായ ബാധിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. മരണത്തിന് വരെ സാധ്യതകളുണ്ട്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് രോഗിയെ പരിപാലിക്കാനും ചികിത്സിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ പറഞ്ഞ ഡയാലിസിസ് ടെക്നോളജി. നമുക്ക് ചുറ്റും ഒരുപാട് കേസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടാവും. അത് തന്നെയാണ് ഈ ഒരു കോഴ്സിന്റെ ജോലി സാധ്യത. ഇപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ജോലി സാധ്യത ഹോസ്പിറ്റലുകൾ മാത്രമല്ല, സ്വകാര്യ ഡയാലിസിസ് സെന്ററുകളിലും അതുപോലെ റിസർച്ച് സെന്ററുകളിലൊക്കെ ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും അബ്രോഡും ഒരുപാട് ജോലി അവസരങ്ങളുണ്ട്. നമ്മളെ ഇന്ത്യയിലുള്ളതിനാട്ടിയും നല്ല അടിപൊളി സാലറിയോട് കൂടി തന്നെ അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. നാട്ടിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സാം ഉണ്ടാവും. അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ UAE, ഖത്തർ, ഒമാൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 25 ആ റേഞ്ചിലൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 1 lakh ഒക്കെ നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 4 വർഷത്തെ കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ടീച്ചിങ് ഫീൽഡിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ MSc എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ BSc എടുത്തതിന് ശേഷം പഠിക്കാൻ പറ്റിയ ഡയാലിസിസ് ടെക്നോളജിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയാലിസിസ് ചെയ്യാനുള്ള മെഷീൻ ഒരുക്കുക, അഥവാ അതിൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെ ശരിയാക്കുക, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ റെഡിയാക്കുക. അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യാനുള്ള രോഗിയെ പരിശോധിക്കുക, അതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, രോഗിയുടെ ആരോഗ്യനില പരിശോധിക്കുക, ഡയാലിസിസ് നടത്തുക, അപകട സാധ്യതകളൊക്കെ ഒഴിവാക്കുക, അതുപോലെ തന്നെ പേഷ്യൻസ് ആയിട്ടുള്ള എമർജൻസി കണ്ടീഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഒരു ഡയാലിസിസ് ടെക്നോളജിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നല്ല മെഡിക്കൽ കോളേജ് മുതൽ ക്ലിനിക്കൽ എക്സ്പോഷർ ഉള്ള ഒരുപാട് നല്ല നല്ല കോളേജസ് നിലവിൽ അവൈലബിൾ ആണ്. അതിനൊക്കെ പറ്റി അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ ഫീസിൽ നല്ല സ്കോളർഷിപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നമ്മൾ ചെയ്തിരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.